ലണ്ടനിലെ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബോറോ മാർക്കറ്റിലൂടെ ഒരു യാത്ര പോകാം വീഡിയോയിലേക്ക്. വേൾഡിലെ ഡിഫറെന്റ് കൺട്രീസിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഈ ഒരു മാർക്കറ്റിന്റെ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡിലെ ഡിഫറെന്റ് കൺട്രീസിലുള്ള ആൾക്കാരെയും ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ടും അതേപോലെ നമ്മുടെ നാട്ടിലെ പാടത്തും പറമ്പിലും എന്നും കാണുന്ന ഫ്രൂട്ടും ഇവിടെ അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ബോറോ മാർക്കറ്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പരിചയപ്പെടാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇവിടുത്തെ പിസ്സ, ബർഗേഴ്സ് ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ചീസ്. ആ ചീസാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് പല ഷേപ്പിലും പല ആകൃതിയിലും ഇവിടെ കാണാം. നമ്മൾ മലയാളികൾക്ക് സീ ഫുഡ് ഐറ്റംസ് കൂടുതൽ കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഇവിടെ ഉള്ളവർക്കോ കുക്ക് ചെയ്യാതെയും കഴിക്കുന്നത് ഇഷ്ടമാണ്. കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് ആലോചിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ചൈന, തായ്ലാന്റ്, ബാങ്കോക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സീ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാതെയാണ് അവർ അതിന്റെ ഒറിജിനൽ ടേസ്റ്റിലാണ് അവർ കഴിക്കുന്നത്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് അത് തിങ്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ നാട്ടിലെ ബിവറേജിന്റെ ഫ്രണ്ടിൽ മാത്രമേ ഇത്രയും ക്ഷമയോടെയുള്ള ക്യൂ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. എന്നാൽ ഇവിടെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ പോയാലും ഈവൻ ബസ്സിൽ കയറുന്നെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ക്യൂ കാണാം. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടിയും വഴക്കും ഒന്നുമില്ലാതെ വളരെ സൈലന്റ് ആയിട്ടാണ് എല്ലാവരും ക്യൂ പാലിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് തേടി പിടിച്ച് വന്നത് കേട്ടോ. സ്പാനിഷിലെ കർഷകര് 2 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒതന്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ലഞ്ച് ഫുഡ് കഴിക്കാനാണ് ഈ ഒരു ക്യൂ കാണുന്നത്. ഇതാണ് ബോംബ പൈല. ബോംബ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഒരു റൈസ് ആണ്. നമ്മുടെ നാട്ടിലെ ബസുമതി റൈസ് പോലെയൊക്കെ. നമ്മുടെ നാട്ടിലെ ബിരിയാണിയായിട്ട് ഏകദേശം സാദൃശ്യമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ബോംബ പൈല. ബിരിയാണിക്കകത്ത് നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷും മാത്രമാണ് ഇടുന്നുണ്ടെങ്കിൽ ബോംബ പൈലക്കകത്ത് ചിക്കനും ഫിഷും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പരുവമാണ്. ഈ ഒരു ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഫേമസ് ആണ് ഈ ഫുഡ് ഇവിടെയെന്ന്. ലൈഫിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഈ ഒരു ഫുഡ് ഐറ്റം ഇത്രയും വലിയ ക്യൂവിൽ ക്ഷമയോടെ നിന്ന് കഴിക്കാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, ഇറ്റ്സ് വേറെ ലെവൽ ബ്രോ. ഇതിനൊരു 10 പൗണ്ട് ആണ് ആവുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ 1000 റുപ്പീസിന്. 1000 റുപ്പീസിന് ഇത് വാൾത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു ബോംബ പൈല. അങ്ങനെ ഒരുപാട് ക്യൂവിന് ശേഷം എനിക്കും കിട്ടി ബോംബ പൈല. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ട്രൈ ചെയ്ത ശേഷം എനിക്ക് പറയാനുള്ളത്, നമ്മൾ തലേ ദിവസം മീൻകറി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചോറിട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു റൈസിൽ നിന്ന് കിട്ടിയത്. ബോറോ മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ബോംബ പൈല. ലോകത്ത് എല്ലായിടത്തും വൈറലായ ഈ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ്, അത് നമ്മുടെ ബോറോ മാർക്കറ്റിന്റെ സ്വന്തം. ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോബെറീസ് ആണ് ഇതിനായിട്ട് ഇവരിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്ട്രോബെറീസിനകത്ത് നല്ല മെൽറ്റഡ് ചോക്ലേറ്റ്, നല്ലൊരു ഫീലിംഗ് തന്നെയാണല്ലേ. ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി, ആ ഒരു ഫീലിംഗ് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. സ്ട്രോബെറീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി തന്നെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത അട്രാക്ഷൻ തോന്നും. അതിനകത്ത് ടണലിൽ നിന്ന് ഒഴുകി വരുന്ന ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടണലിൽ കൂടെ ഈ ഒരു ചോക്ലേറ്റ് വരുന്നത്. അങ്ങനെ ഫൈനലി ഐ ഗോട്ട് എ വൈറൽ ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി. 8.5 പൗണ്ട് ആണ് ഈ ഒരു സ്ട്രോബെറിക്ക് ആവുന്നത്. വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഫൈനലി ഐ ഹാഡ് എ ചോക്ലേറ്റ് ഐസ്ക്രീം ഫ്രം ദിസ് ഷോപ്പ്. അങ്ങനെ ഞാൻ ഈ മാർക്കറ്റിനോട് വിട പറഞ്ഞു. സ്റ്റേ ട്യൂൺ മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.